സഹീഹ് മുസ്ലിമിലെ 2743 ഹദീസായി 3 സുഹൃത്തുക്കളുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. യാത്രക്കിടയിൽ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കേണ്ടി വന്ന 3 കൂട്ടുകാർ. ആ ഗുഹയുടെ അകത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ആ ഗുഹാമുഖം ഒരു പാറക്കല്ല് വീണുകൊണ്ട് അടഞ്ഞു പോവുകയാണ്. വിശ്വാസികളായ ആ 3 കൂട്ടുകാർ തീരുമാനമെടുത്തു, ഈ ഗുഹക്കകത്ത് നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച്, പ്രീതി മാത്രം ആഗ്രഹിച്ച് നാം ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു നന്മയെ അള്ളാഹുവിൻ്റെ മുന്നിൽ എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്ന് തീരുമാനമെടുക്കുന്നു. 2 കൂട്ടുകാർ അവരുടെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ജീവിതത്തിൽ സംഭവിച്ച നന്മകളെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഗുഹാമുഖത്തിൻ്റെ ആ പാറക്കല്ല് അല്പം നീങ്ങി. കൂട്ടത്തിലെ 3-മത്തെയാൾ, ആ മനുഷ്യൻ്റെ ചരിത്രം ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എൻ്റെ കീഴിൽ ജോലിക്കാരായി ചില ആളുകൾ കടന്നു വരികയും അതിൽ ഒരാൾ എന്നിൽ നിന്ന് വേതനം പറ്റാതെ, കൂലി വാങ്ങാതെ അയാൾ മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷെ മടങ്ങിപ്പോയ ആളുടെ കൂലി എൻ്റെ പക്കലുണ്ടായിരുന്നു. ഞാൻ ആ കൂലിയെടുത്ത് അത് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അത് ചില സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുകയും അത് വലിയ സമ്പത്തായി മാറുകയും ചെയ്തു. എൻ്റെ ജോലിക്കാരന് കൊടുക്കാനുള്ള ആ ചെറിയ കൂലി പിന്നീട് വലിയ സമ്പത്തായി മാറി. അപ്പോൾ ആ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ആ ജോലിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൂലി തരണം എനിക്ക് എന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ആ ജോലിക്കാരനോട് ഞാൻ പറഞ്ഞത്, റബ്ബേ ഇദ്ഹബ് ഇലാ സിൽകിൽ ബഖരി വരിആഹിഹ ഫഖുദ്ഹ എന്നാണ്. ഈ കാണുന്ന എല്ലാ കാലികളും ഒട്ടകങ്ങളും ആടുകളുമെല്ലാം നിനക്കുള്ളതാണ്, ഈ തായ്വരയിൽ കാണുന്നതല്ല. ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, എന്നെ പരിഹസിക്കുകയാണോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു വന്നാണ്, അല്ല, നിനക്ക് തരാനുണ്ടായിരുന്ന ആ ശമ്പളം, ആ കൂലി, ആ വേതനം, അത് ഞാൻ നിക്ഷേപിച്ച് അതിലൂടെ നേടിയെടുത്ത സമ്പത്താണിത്. ഇതിൻ്റെ മുഴുവൻ ഉടമ താങ്കളാണ്. ഇത് കേൾക്കുമ്പോൾ ആ ജോലിക്കാരൻ ആ ആടുമാടൊട്ടകങ്ങളെ തെളിച്ചുകൊണ്ട് യാത്രയാകുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിനോട് ഈ കൂട്ടുകാരൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ, അത് നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാണ്, നിന്റെ ഇഷ്ടം മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ആ പ്രവർത്തനം ചെയ്തത്. അതിനാൽ ഈ ബാധിച്ചിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ആ ഗുഹാമുഖത്തിലെ പരിപൂർണമായി ആ കല്ല് മാറുകയും ആ 3 ആളുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പോലെ ഈ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ വെച്ചു തരുമ്പോൾ വളരെ മനോഹരമായി തൻ്റെ ജോലിക്കാരനെ പരിഗണിച്ച ഒരു തൊഴിലുടമയുടെ ചരിത്രം ഇതിലുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ടൊക്കെ ആചരിക്കുന്ന, സമൂഹം വലിയ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു തൊഴിലാളി ദിനത്തിൻ്റെ മെയ് 1 തീയതി നമ്മൾ നിൽക്കുമ്പോൾ ഈ ചരിത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. ഈ ചരിത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. 8 മണിക്കൂർ ജോലി, ന്യായമായ കൂലി എന്ന അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തെ തൊഴിലാളികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരികയും രക്തച്ചൊരിച്ചിലുണ്ടാകേണ്ടി വന്ന ചരിത്രമൊക്കെ മെയ് 1 ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആ മനുഷ്യന്റെ ചരിത്രമാണ്. ഒരു യൂണിയനും ഇടപെടാതെ, ഒരു സമരവും നടത്താതെ, തൻ്റെ അടുക്കലുണ്ടായിരുന്ന തൊഴിലാളിക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അവൻ്റെ എല്ലാ ഹക്കും മടക്കി നൽകുന്ന ആ വിശ്വാസിയുടെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും വിശുദ്ധ ഖുർആനുമെല്ലാം തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, നിയമത്തെക്കുറിച്ച്, അവരുടെ ഇടപാടുകളെക്കുറിച്ച് എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായി നമ്മെ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, ഇസ്ലാം അധ്വാനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തൊഴിലെടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഈ കാലഘട്ടത്തിൽ സമ്പന്നനാവാൻ കുറുക്കുവഴികൾ തേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. 20 കൊടുത്താൽ 40 കിട്ടുമെങ്കിൽ 100 കൊടുത്താൽ 200 കിട്ടുന്ന ഇടങ്ങളിലേക്ക് ആരും അറിയാതെ സമ്പത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും പല രൂപത്തിൽ പറ്റിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ
നമ്മുടെ സമൂഹത്തിന്റെ നേർക്കാഴ്ചയായി നിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമുഅ എങ്ങനെ ഓതി നമ്മെ പഠിപ്പിച്ചു തന്നത്. അവിടെ ആ വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു ചെല്ലണം എന്ന് പറയുന്നു ഇബാദത്തുകൾക്ക് വേണ്ടി. അതിന്റെ തൊട്ടുശേഷം സംസാരിക്കുന്നത് ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൗതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിങ്ങൾ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞതിനു ശേഷം ഫഇദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇബാദത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം തേടിക്കൊണ്ട് പോയിക്കൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തിലേക്ക് പോയിക്കൊള്ളുക, നിങ്ങളുടെ വ്യാപാരത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് ഇസ്ലാം നമ്മെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റു ചില ആയത്തുകളിൽ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ കഴിയും. പലിശ ഹറാമാക്കി കച്ചവടം ഹലാലാക്കി എന്ന ആയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി എന്ന് പറഞ്ഞാൽ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചു ഭക്ഷിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ആരും കഴിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അധ്വാനിച്ച് കഴിച്ചതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. ഈ ഹദീസുമായി ചേർത്ത് വെക്കാവുന്ന ഒന്ന്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എങ്ങനെയെന്നറിയോ? അന്ന ദാവൂദ അലൈഹിസ്സലാം കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി. തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചു കഴിച്ചതല്ലാതെ, അതിന്റെ ഫലത്തിൽ നിന്നല്ലാതെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും ആഹരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആരായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമ്മൾ ഓർക്കണം. രാജാധിപത്യം കിട്ടിയ ചുരുക്കം ചില പ്രവാചകന്മാരിൽ ഒരാളാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൻ്റെ ഖജനാവിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ഭക്ഷിക്കാമായിരുന്ന, എങ്ങനെ വേണമെങ്കിലും തൻ്റെ ചിലവിന്, തൻ്റെ ആഹാരത്തിന് വേണ്ട വസ്തുവകകൾ എടുക്കാമായിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരുമ്പ് പണി ചെയ്തു ജീവിച്ചു എന്നാ പറഞ്ഞേ. ഇരുമ്പ് പണി ചെയ്തു, കൊല്ലപ്പണിക്കാരനായിരുന്നു. പടച്ചട്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് തനിക്ക് വേണ്ട വിഭവങ്ങൾ ശേഖരിച്ചിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ എന്നാൽ മറ്റുള്ള ആളുകളുടെ ഔദാര്യം പിടിച്ചു പറ്റിക്കൊണ്ട് ജീവിക്കേണ്ടവനല്ല. മറ്റാരെങ്കിലും അതിങ്ങനെ തരുന്നത് കൊണ്ട് ജീവിക്കുക എന്ന് ചിന്തിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ വിശ്വാസി. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹം നല്ല ജോലി എന്നൊക്കെ കരുതുന്ന പല ജോലികളുണ്ട്. സമൂഹം നല്ല ജോലി എന്ന് പറയുന്ന പല വൈറ്റ് കോളർ ജോബുകളുണ്ട്. ഇത് ഈ സമൂഹത്തിലെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. എല്ലാവരും സമൂഹം നല്ലതെന്ന് കരുതുന്ന ജോലി കിട്ടിയാൽ ഈ സമൂഹത്തിൽ എന്താണ്, അതിന്റെ ഘടന തന്നെ മാറിപ്പോകൂലേ. അവിടെ തൊഴിലാളികൾ ഉണ്ടാവണം, തൊഴിൽ ഉടമകൾ ഉണ്ടാകണം, വ്യത്യസ്ത രൂപത്തിലുള്ള ജോലിക്കാരുണ്ടാവണം, ജോലി ചെയ്യുന്നവരുണ്ടാവണം, നന്നായി അധ്വാനിക്കുന്നവരുണ്ടാവണം, മറ്റുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ടാകണം. ഇതൊക്കെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ ഘടന എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. മാന്യമായ ഹലാലായ ഏത് ജോലിക്കും, ഏത് ജോലിയെയും മഹത്വത്തോടു കൂടിയാ കാണേണ്ടത്. പക്ഷെ സമൂഹത്തിൽ ചില ജോലികളെയൊക്കെ പല രൂപത്തിൽ കാണുന്ന ആളുകളുണ്ട്. ഹലാലാണ്, ഒരു കുഴപ്പമില്ല, മാന്യമായ ജോലിയാണ്. പക്ഷേ ആ ജോലി ചെയ്യുന്നവന്റെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കൂല. ആ ജോലി ചെയ്യുന്നവന് അവന്റെ ജോലിയുടെ ഘടന നോക്കി മാത്രം അവൻ ഉത്തമനല്ല, അവൻ മാന്യനല്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അവൻ ചെയ്യുന്ന ജോലി നോക്കി അവനെ പരിഗണിക്കാത്തവരുണ്ട്. അവൻ ചെയ്യുന്ന ജോലിയുടെ രൂപം നോക്കി അവനോട് പുഞ്ചിരിക്കാത്തവരുണ്ട്. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കി അവനെ പരിഗണിക്കാത്തവരുണ്ട്. ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം കൃത്യമായി ഇടപെടുന്ന ചില മേഖലകളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു. ചരിത്രത്തിൽ കാണാൻ കഴിയും മരപ്പണിക്കാരൻ കൂടിയായിരുന്നു, ആശാരിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആടിനെ മേച്ചുകൊണ്ട് ആട്ടിടനായി ഉപജീവന മാർഗം തേടിയിരുന്നു എന്നത് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ നാട്ടിൽ തൊഴിലിടങ്ങളിൽ ഉച്ചനീചത്വങ്ങളുണ്ട്. തൊഴിൽ കൊണ്ട് മാത്രം ചിലരെ താറടിച്ച് കാണുന്ന അവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന അതിഥി തൊഴിലാളികളായേക്കാം. അവരെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു രണ്ടാം തരക്കാരായിട്ട് കാണാൻ എങ്ങനെ കഴിയുന്ന ഒരു വിശ്വാസിക്ക് കഴിയില്ലാന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ജോലിക്കാരിയായ ഒരു കറുത്ത വർഗ്ഗക്കാരി എന്ന ഹദീസുകളിൽ കാണാൻ കഴിയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശമ്പളക്കാരിയായിരുന്നില്ല, ശമ്പളം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പള്ളി വന്ന് പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി തൂത്ത് വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീയാണ്.
2 ദിവസം അവരെ കാണാതിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അവരെവിടെ പോയി? സ്വഹാബാക്കൾ പറഞ്ഞത്, പ്രവാചകരെ അവര് മരണപ്പെട്ടു പോയി. നമ്മൾ ആലോചിച്ച് നോക്കണം, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും നിസ്സാരമായിട്ട് കണ്ടിരുന്നവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോടത് എന്തു പറഞ്ഞില്ല എന്ന പരിഭവം പ്രകടിപ്പിക്കുകയും അവരുടെ ഖബറിടത്തിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ സമൂഹത്തിലെ ഏതു നിലയിലുള്ള ആളുകളെയും ചേർത്ത് പിടിക്കണമെന്ന് പറയുന്ന വലിയൊരു പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ടതാണ്. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലുടമയുണ്ടാവും, തൊഴിലാളി ഉണ്ടാവും. തൊഴിലുടമകൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാമത്തത് കൃത്യമായ കൂലി നൽകണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, അഅ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖുഹു. തൊഴിലാളിക്ക് അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന്റെ കൂലി കൊടുക്കണം. സ്വഹീഹ് ഇബ്നു മാജയിലെ 2443 ഹദീസായി രേഖപ്പെടുത്തിയ വിഷയമാണ്. കൂലി പരിഗണിക്കണം എന്നാണ്. ചിലരെങ്കിലും ആ വിഷയത്തിൽ കൂലിയൊക്കെ പറയും, ജോലിയൊക്കെ കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്, അത്ര ഉണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു, അത് പിന്നെ തരാമെന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു, അത് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഖിയാമത്ത് നാളിൽ വാദിക്കുമെന്നാണ്. വറജുലുൻ ഇസ്തഅജറ അജീറൻ വസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റ. ഒരാളെ കൂലിക്ക് വിളിച്ച് പൂർണ്ണ രൂപത്തിൽ ജോലി ചെയ്യിച്ചു, എന്നിട്ട് കൂലി കൊടുക്കാതിരിക്കുകയെങ്കിൽ ആ തൊഴിലാളിക്ക് വേണ്ടി അള്ളാഹു പരലോകത്ത് വാദിക്കുന്നതാണ്. അള്ളാഹു വാദിക്കുന്നതാണ് ആ തൊഴിലാളിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം ഇസ്ലാം എത്രത്തോളം തൊഴിലാളികളെ പരിഗണിച്ചിട്ടുണ്ട് എന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, മാന്യമായി പെരുമാറണമെന്ന്. ഏറ്റവും മാന്യം. അതൊരു തൊഴിലാളി അല്ലെങ്കിൽ മുതലാളി എന്നതിടത്ത് മാത്രമല്ല, ഒരു വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഈ പള്ളിയിലിരിക്കുന്ന, ഈ സംസാരം കേൾക്കുന്ന വിശ്വാസികളായ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. നമ്മുടെ കീഴിൽ പല നിലക്കും നമ്മൾ ചിലപ്പോൾ ജോലിക്കാരായിരിക്കും, ചില സമയങ്ങളിൽ നമ്മൾ മുതലാളിമാരായി മാറും. വീട്ടിലൊരു ജോലിക്കാരൻ വരുമ്പോൾ നമ്മൾ മുതലാളിയായി മാറും, ഓഫീസിൽ വരുമ്പോൾ നമ്മൾ തൊഴിലാളിയായി മാറും. ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും മാന്യമായി പെരുമാറണം എന്നത് തന്നെയാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. ചില മുതലാളിമാരൊക്കെ അത് ജോലിക്കാരനോട് മയത്തിൽ സംസാരിച്ചാൽ അവര് തലയിൽ കയറും എന്ന് പറയുന്നു. എന്നിട്ട് ബോധപൂർവം ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തരും, അവർക്ക് എങ്ങനെ വേദനിക്കുന്നോ അതേപോലെ നമുക്കും വേദനിക്കും. നമ്മളൊക്കെ മുതലാളിമാരാണെന്ന് ആലോചിച്ചു. നമുക്ക് എങ്ങനെയാണോ രക്തമുള്ളത് അവർക്കും രക്തമുണ്ട്, അവർക്ക് എങ്ങനെയാണോ മാംസവും മജ്ജയുമുള്ളത് അതേപോലെ നമുക്കുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല താൽക്കാലികമായി അല്പം ചില സമ്പത്ത് തന്നു, അതുകൊണ്ട് താൽക്കാലികമായി മുതലാളിമാരായി മാറി എന്നതല്ലാതെ ഒരു വ്യത്യാസമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഒരാളെ പബ്ലിക്കായിട്ട് അപമാനിക്കുമ്പോൾ, അവന്റെ ഭാര്യയും മക്കളും ഉള്ളിടത്തൊരു ജോലിക്കാരൻ അപമാനിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ്. പ്രിയപ്പെട്ടവരെ, പരിഗണിക്കേണ്ടതുണ്ട്, മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നു. 10 വർഷം ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു. ഒരു സ്ഥാപനത്തിൽ 10 വർഷം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏതെങ്കിലും ഒരു ഓഫീസ് അവറിൽ മാത്രമല്ല, പരിപൂർണമായിട്ട് അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, വല്ലാഹി മാ ഖാല ലി ഉഫിൻ ഖത്തു. 10 കൊല്ലം വർക്ക് ചെയ്തിട്ട് എന്റെ പ്രവാചകന്റെ കൂടെ ഞാൻ ഉണ്ടായിട്ട് അള്ളാഹുവാണേ സത്യം, എന്നോട് ഛേ എന്നെന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല, ഛേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ ലിമ ഫഅൽത കദാ, എന്താ അനസ് ഇങ്ങനെ ചെയ്തേ എന്നെന്റെ പ്രവാചകൻ എന്നോട് ചോദിച്ചിട്ടില്ല. വലാ ലി ഷൈഇൻ ലം അഫ്അൽഹു അലാ ഫഅൽത കദാ, എന്തേ ഇപ്രകാരം പ്രവർത്തിച്ചത് എന്തേ എന്നെന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് 10 വർഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖിദ്മത്ത് ചെയ്തിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവശുദ്ധി നമ്മുടെ മുതലാളിമാരുടെ ജീവിതത്തിൽ ഉണ്ടാവണം, തൊഴിലുടമകളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവശുദ്ധി തൊഴിലാളികളുടെ ഹൃദയത്തിലും ഉണ്ടാകണം എന്ന വലിയൊരു പാഠം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും ദീനീപരമായ വിഷയത്തിൽ ചേർത്തു പറഞ്ഞാൽ ഈ സംസാരം കേൾക്കുന്നവരിൽ വ്യത്യസ്ത മഹല്ലുകളിൽ നിന്ന് വരുന്നവരുണ്ട്, വ്യത്യസ്ത പള്ളികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. ഈ തൊഴിലാളികളോടുള്ള വിവേചനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയാതിരിക്കാൻ വയ്യാത്തൊരു വിഷയം. നമ്മുടെ പള്ളികളിലൊക്കെ ഇമാമുമാരായി നിൽക്കുന്ന ആളുകളുണ്ടാവും. എങ്ങനെയാ പലപ്പോഴും പരിഗണിക്കുക? ചിലപ്പോ ഉറുദു ആളുകളായിരിക്കാം,
മറ്റുള്ള അതിഥികളായി വന്നവരായിരിക്കാം, മലയാളികളായിരിക്കാം. പലപ്പോഴും ദീന് പഠിച്ച വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ നിന്ന് ഓതി നമുക്ക് ഇമാമത്തായി നമസ്കരിക്കുന്നവരെ പോലും നിസാരമായി കാണുന്ന, അവരെ ദുർബലരായി കാണുന്ന, ഒരു ജോലിയും കിട്ടായിട്ട് അവർ പള്ളിയിൽ വന്നു എന്നുള്ള നിലക്ക് കാണുന്ന പലരും ഉണ്ട്. ഇവിടെ ഇരിക്കണ ആരും അങ്ങനെ കാണുന്നില്ല, പക്ഷെ സമൂഹത്തിൽ പലരും ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സുബൈ ജമാഅത്തിന് നമ്മൾ പോകുമ്പോഴേ ഇന്ന് നിങ്ങൾ ഇമാം എന്നോളി കാക്ക എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എത്ര ആളുകൾക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയുന്ന ആലോചിച്ച് ഓരോരുത്തർ സ്വന്തത്തോട് ചോദിച്ചാൽ മതി. ഒന്ന് ഉറക്കെ ഓതി നമസ്കരിക്കുന്ന ഏതെങ്കിലും വക്തുകളിൽ നിന്ന് ഇമാമത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ കയ്യും കാലും പറക്കാതെ പേടിയില്ലാതെ മനപ്പാടമുള്ള സൂറത്തോതി നമസ്കരിക്കാൻ നമുക്ക് പറ്റുമെന്നാണ്. ദീന് പഠിച്ച ആളുകൾ പോലും, ദീന് പഠിച്ച് ഖുർആൻ പഠിച്ച് നമ്മുടെ മുന്നിൽ ഇമാമായി നിൽക്കുന്ന ആളുകൾ പോലും പരിഗണിക്കാൻ പലപ്പോഴും പലർക്കും സാധിക്കാതെ വരുന്നു എന്നാണ്. എന്തേ നമ്മുടെ നാട്ടിലെ പല ആളുകളും ഈ ഒരു ജോലിക്ക് വരാത്തത്? ജോലി എന്ന് പറഞ്ഞ് ഞാൻ അതിനങ്ങനെ മാറ്റുമല്ല. എന്തായിരുന്നാൽ പോലും ആ പള്ളിയിലെ ഇമാമത്തിലേക്ക് മലയാളികളായ പലരും എന്തേ വരാത്തത്? ഒരു കൂലിപ്പണിക്കാരന് കൊടുക്കുന്ന ശമ്പളം പോലും കൊടുക്കാൻ പലപ്പോഴും നമ്മുടെ പള്ളികളിൽ 5 നേരം ഇമാമത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണില്ല എന്നുള്ള ഇതൊരു വസ്തുതയാണ്, നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്നേഹമൊക്കെ പരമാവധി നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു മേഖല കൂടിയാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാനത് ആ വിഷയം ഓർമ്മപ്പെടുത്താൻ. മൂന്നാമത്തെ ഒരു വിഷയം, ദീന്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ദീൻ നമ്മുടെ കാരണത്താൽ ഇല്ലാതാകരുത്. പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന കാരണത്താൽ നമസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥ നമ്മുടെ സ്ഥാപനത്തിൽ ഒരാൾക്കും ഉണ്ടാവരുത്. ഈ ബോധ്യം മാനേജർമാർക്കും സൂപ്പർവൈസർമാർക്കും മുതലാളിമാർക്കും ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു വരാനുള്ള ഒരു ഇട കൊടുക്കണം എന്നാണ്. ഭക്ഷണത്തിനുള്ള ഇട കൊടുക്കുന്നുണ്ടാവും, അത് നമസ്കരിച്ചു വരാനുള്ള ഒരു ഇട കൊടുക്കണം എന്നുള്ളതാണ്. അവരുടെ ദീനിനെ ബാധിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നാണ്. അങ്ങനെ കിട്ടുന്ന ഒരു 1000 ഉറുപ്പ്യൊന്നും പരലോകത്ത് ഗുണകരാവൂല എന്ന് നമ്മൾ ഓർക്കുക. നാലാമത്തെ വിഷയം, നാം പ്രയാസപ്പെടുത്തരുതെന്ന്. ചില ആളുകളൊക്കെ 9 മണിക്ക് വന്നാൽ 6 മണി വരെ ഇരിക്കരുതെന്ന്, വെയിലത്തന്നെ നിൽക്കണം എന്നാണ്. പല രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവും. ഒരു നിലക്കും പ്രയാസം ഉണ്ടാവരുതെന്ന് 10 വർഷം ജോലി ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്നാണ്. മാനുഷികമായ ചില പരിഗണനകൾ, ഒരു ഇളവുകളൊക്കെ കൊടുക്കാൻ നമുക്ക് പറ്റണം എന്നാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, മാപ്പ് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ ജോലിക്കാരൻ്റെ തെറ്റുകൾക്ക് ഞാൻ എത്ര തവണ മാപ്പ് നൽകണം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയിലാദ്യം. വീണ്ടും ആ മനുഷ്യൻ ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, യഅഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ. ഓരോ ദിവസവും 70 തവണ നീ അവന് മാപ്പ് നൽകുക. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന, അതേപോലെ തന്നെ തുർമുദി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ചില പ്രയാസങ്ങൾ ജോലിക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഉടനടി നടപടി എടുക്കേണ്ടതുണ്ടാവാം. എന്നാൽ മാനുഷികമായ ചില അബദ്ധങ്ങളോ മറ്റു ചെറിയ ചില പ്രയാസങ്ങളോ, ഒരു മാപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രയാസങ്ങളോ, ഒന്ന് വാൺ ചെയ്ത് വിട്ടാൽ തീരാവുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്നേഹത്തോടു കൂടി ആ രൂപത്തിൽ പരിഗണിക്കണം എന്നാണ്. മാനുഷികമായ പരിഗണന ഉണ്ടാവണം എന്നാണ്. നേരത്തെ പറഞ്ഞു തന്നെ ആലോചിക്കുക. എൻ്റെ അടുത്ത് തൽക്കാലം എൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ടായതുകൊണ്ട് ഇന്ന് ഞാൻ മുതലാളിയായി. എത്ര മുതലാളിമാർ പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയത് നമ്മുടെ നാട്ടിലെ തന്നെ അനുഭവ കാഴ്ചകളല്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ അള്ളാഹു കുറച്ച് പൈസ തൽക്കാലം തന്നുകൊണ്ടാണ് മുതലാളിമാരായത്. നമ്മൾ കയർക്കുന്ന, നമ്മൾ ദേഷ്യപ്പെടുന്ന, നമ്മൾ ചീത്ത പറയുന്ന ആളുകൾ നമ്മളെപ്പോലെ എല്ലാ നിലക്കും പച്ച മനുഷ്യരാണ് എന്ന ചിന്തയുണ്ടാവണം എന്നാണ്. മാപ്പ് നൽകണം എന്നാണ്. ഒരു ദിവസം 70 മാപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആലോചിച്ച് നോക്കും. അപ്പോൾ മാനുഷികമായ വീഴ്ചകൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. ചിലത് ചിലപ്പോൾ സ്ഥാപനത്തിന്റെ ഒരു നിലക്കും സ്ഥാപനത്തിന്റെ മൊറാലിറ്റിയോട് ചേർന്ന് വരാത്ത ഗുരുതരമായതുണ്ടാവാം. അത് ആ രൂപത്തിൽ തന്നെ പരിഗണിക്കണം എന്നത് വേറൊരു വിഷയം. അതേപോലെ തന്നെ തൊഴിലില്ലായ്മയെ എങ്ങനെ പരിഗണിക്കാം, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബിരുദധാരികളുണ്ട്, പക്ഷെ പലർക്കും പല നിലക്കുമുള്ള ജോലിയില്ലാത്തൊരവസ്ഥയുണ്ടാകുന്നു. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, അവർക്ക് അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയോ അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് മഹല്ലാവാം, വ്യക്തികളാവാം, ആ നിലക്കൊരു പരിഗണന നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ഏത് ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു മാനസികമായൊരു ചിന്ത അവരിൽ, ഒരു പാകത അവരിൽ വരുത്തണം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായിരുന്നിട്ടും ഇരുമ്പ് പണി ചെയ്ത് പടച്ചട്ടയുണ്ടാക്കി ജീവിച്ചു എന്നതിനേക്കാൾ മറ്റെന്ത് സന്ദേശമാണ് നമ്മളൊന്ന് ആലോചിച്ചു. ഏത് ജോലി ആയാലും ഹലാലാണോ അതൊരു മോശമല്ല,
അത് ചിലപ്പോൾ വെയിൽ കൊള്ളേണ്ടി വരും, ചിലപ്പോൾ കൂടുതൽ സമയം ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരും, കായിക അധ്വാനം ഉണ്ടാവും, വിയർപ്പൊഴിക്കേണ്ടി വരും, കരി പിടിക്കുന്ന ജോലിയാവാം, മറ്റു പ്രയാസങ്ങൾ ഉള്ളതാവാം. ഓക്കെ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടത് അങ്ങനെ തന്നെയാണ് ഏത് ജോലിയായാലും. എന്ന് പറഞ്ഞാൽ ഈ സമൂഹം കാണുന്ന സമൂഹത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലെ വലിയ സാലറി കിട്ടുന്ന ജോലിക്കൊന്നും അതിന് പരിശ്രമിക്കണ്ട എന്നതൊന്നും അല്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഡിഗ്രികളും മറ്റു ബിരുദ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ആ വൈറ്റ് കോളർ ജോബ് കിട്ടിയാലേ ഞാൻ പോകൂ എന്ന ഒരു നിലപാട് നമുക്കുണ്ടാകേണ്ടതില്ല. ഏത് ജോലിക്കും നമ്മൾ റെഡിയാകുന്ന പാകപ്പെടുത്തുന്ന ഒരു നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ളൊരു മനസ്സുണ്ടാവണം. നമ്മുടെ അനിയന്മാർക്കും മക്കൾക്കും അത് പകർന്നു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ഒരാൾ കയറെടുത്ത് മലയിൽ പോയി വിറക് ശേഖരിച്ച് തൻ്റെ മുതുകിൽ അത് ചുമന്ന് കൊണ്ടുവന്ന് വിറ്റ് ജീവിക്കുന്നതാണ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ അവന് ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവിടെ അധ്വാനത്തിന്റെ ഒരു വില കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു വെക്കുകയാണ്. വിറക് വെട്ടുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വിശേഷിച്ചും ഏറ്റവും പ്രയാസമുള്ള ഒരു ജോലിയാണ്. ആ പ്രയാസമുള്ള ജോലി ചെയ്തിട്ടാണെങ്കിലും അന്യന്റെ മുന്നിൽ പോയി ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ സംസാരം കേൾക്കുന്നവരിൽ ഒരു 60-70% ജോലിക്കാരാണെന്ന് ഉറപ്പാണ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എത്ര സാലറി കിട്ടുന്നുണ്ടോ എന്തോ ഒരു നിരാശയും അതിൽ വേണ്ടെന്നാണ്. ഒരു നിരാശയും വേണ്ട. സാലറി ഇങ്ങനെ അത് 5 അക്കം 6 അക്കം എന്ന് നോക്കിയിട്ടല്ല സമാധാനം ഉണ്ടാവുക. ചിലപ്പോ ഒരു 8500 ശമ്പളം കിട്ടുന്ന ഒരാൾ നമുക്ക് വേണ്ട എന്തരോ ബറക്കത്താ വേണ്ട. സാലറി ഇങ്ങനെ 2 ലക്ഷം 3 ലക്ഷം എന്നുള്ള കണക്കല്ല വേണ്ടേ, ബറക്കത്താ വേണ്ടേ. ഒരു 8500 ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ചിലപ്പോ ഒരു മാസാവസാനം ഒരു 30-ാം തീയതി ആവുമ്പോൾ അവന്റെ കയ്യിൽ ഒരു 1000 ഉറുപ്പ്യ ബാക്കിയുണ്ടാവും. 85,000 സാലറി കിട്ടണവന്റെ കയ്യിൽ ചിലപ്പോ മാസാവസാനം ആവുമ്പോൾ എടാ ഒരു 5000 തരുമോ എന്ന് കൂട്ടുകാരനോട് ചോദിക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന്റെ വലുപ്പമല്ല പ്രധാനം, അതിൽ കിട്ടുന്ന ബറക്കത്താണ് പ്രധാനം എന്നാണ്. അതുകൊണ്ട് ഒരു നിരാശയുടെ ആവശ്യമില്ല. ഹലാലായ ജോലി ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുക. ഹലാലായത്, മാന്യമായത്, എൻ്റെ ദീനിന് നിരക്കുന്നത്, എൻ്റെ നമസ്കാരം നഷ്ടപ്പെടാത്തത്, എനിക്ക് നോമ്പെടുക്കാൻ കഴിയുന്നത്, എനിക്ക് മുസ്ലിമായി ജീവിക്കാൻ വിശ്വാസിയായി ഇബാദത്തുകളിലൂടെ മുന്നേറി കടന്നു പോകാൻ കഴിയുന്ന ഹലാലായ ഒരു ജോലി ശമ്പളം കുറഞ്ഞാലും അതിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകും എന്ന് തീരുമാനിക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ചെറിയ ശമ്പളമുള്ള ആള് മറ്റു വലിയൊരു ശമ്പളമുള്ള ജോലിക്ക് നോക്കണ്ട എന്നതൊന്നുമല്ല. പക്ഷേ ഒരു നിരാശയും ആ വിഷയത്തിൽ വേണ്ട എന്നാണ്. നമ്മൾ ഹലാലായ ജോലിക്ക് നിൽക്കുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ അതിൽ അള്ളാഹുവിന്റെ സമാധാനം, അള്ളാഹുവിന്റെ ഒരു ബറക്കത്തുണ്ടാകും. ഹറാമായ മാർഗത്തിലൂടെ കോടികൾ സമ്പാദിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. വീട്ടില് 1 മണിക്കൂർ പോലും സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. 5000 വാങ്ങണവന് ചിലപ്പോൾ മണിക്കൂറുകൾ സുന്ദരമായിട്ട് ഉറങ്ങാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഇസ്ലാം തൊഴിലാളിക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും തിരിച്ച് തൊഴിലുടമയോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചുള്ള ബോധവാന്മാരായിക്കൊണ്ട് നമ്മുടെ ദീൻ അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തൊഴിലാളിയോടുള്ള, തൊഴിൽ ചെയ്യുന്ന ആളുകളോടുള്ള അതിൻ്റെ തൊഴിലുടമ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ മര്യാദകളെക്കുറിച്ചൊക്കെയാണ് നാം സൂചിപ്പിക്കുകയുണ്ടായത്. മാപ്പ് നൽകണമെന്നും അവരെ പ്രയാസപ്പെടുത്തരുത് എന്നും അവരുടെ ദീനീ ചിട്ട നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ കാരണത്താൽ ഉണ്ടാകരുത് എന്നും മാന്യമായി പെരുമാറണമെന്നും അവർക്ക് കൃത്യമായ കൂലി വകവെച്ചു കൊടുക്കണം എന്നതൊക്കെ നാം സൂചിപ്പിക്കുകയുണ്ട്. തിരിച്ചും തൊഴിലുടമയോട് ചെയ്യേണ്ടുന്ന ചില മര്യാദകളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പോകുന്ന ചരിത്രം നമുക്കറിയാം. ആ മദിയനിലേക്ക് പോകുന്നതിനിടയിൽ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നൊരു സ്ഥലത്തെത്തുകയും അവിടെ 2 പെൺകുട്ടികൾ തങ്ങളുടെ ആടുകളെയും പിടിച്ച് പിറകിലേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ അവരുടെ ആടുകളുടെ കയറ് പിടിച്ചിട്ട് അവർക്ക് വെള്ളം വളരെ പെട്ടെന്ന് കൊടുക്കാനുള്ള ഒരു പരിഗണന നൽകുകയും അവർ വളരെ നേരത്തെ വീട്ടിലെത്തുകയും ചെയ്യുന്നത് സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. വൃദ്ധനായ അവരുടെ പിതാവിനോട് ആ പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞത്, ഈ വാപ്പ താങ്കൾ അദ്ദേഹത്തെ കൂലിക്കെടുക്കണമെന്ന്, അദ്ദേഹത്തെ ജോലിക്കാരനായി അങ്ങ് സ്വീകരിച്ചു കൊള്ളുക. എന്നിട്ട് അവർ ചേർത്ത് പറയുന്നത് ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീന, തീർച്ചയായിട്ടും താങ്കൾ കൂലി കൊടുക്കാൻ ഏറ്റവും ഉത്തമനും ശക്തനും വിശ്വസ്തനുമാണ്. ഖവിയ്യുൻ അമീൻ, ഖവിയ്യുൻ അമീൻ, ഒന്ന് ശക്തനാണ്, അമീൻ എന്ന് പറഞ്ഞ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ ജോലിക്കെടുത്തു കൊള്ളുക എന്ന്
വൃദ്ധനായ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ആ പെൺകുട്ടി പറയുന്നത് സൂറത്തുൽ ഖസസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ പ്രയോഗിച്ച രണ്ട് പ്രയോഗങ്ങൾ, ഒന്ന് ഖവിയ്യ് എന്നതും ഒന്ന് അമീൻ എന്നതുമാണ്. ഖവിയ്യ് എന്ന് പറഞ്ഞാൽ കായികമായിട്ടും ഭൗതികമായിട്ടും ആ ജോലി ചെയ്യാനുള്ള യോഗ്യതയാണ്. എന്ന് പറഞ്ഞാൽ സ്കില്ല് ഉണ്ടാകണമെന്നാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രാപ്തനായിരിക്കുക എന്നതാണ്. നമ്മൾ ജോലിക്കാരായി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അതിനുള്ള സ്കില്ല് നമ്മൾ നേടിയെടുക്കണം എന്നതാണ്. അർഹതയില്ലാത്തത് ഏറ്റെടുക്കരുത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി വല്ല മറ്റുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഇല്ലാത്തത് ഉണ്ടാക്കി നൽകി ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു ചില എക്സ്പീരിയൻസുകൾ മറ്റു രൂപത്തിലൊക്കെ നേടിയെടുത്ത് ജോലി വാങ്ങുക എന്നിടത്ത് കവിയല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉത്തരവാദിത്വം ഉണ്ടാവണം. രണ്ടാമതായിട്ട് പറഞ്ഞത് അമീനാവണം എന്നാണ്. അമാനത്തുള്ളവനാവണം, അമാനത്ത് സൂക്ഷിക്കുന്നവനാവണം, വിശ്വാസ്യനാവണം എന്നുള്ളതാണ്. മുതലാളി കാണുന്നില്ലെങ്കിലും CCTV ഈ ഏരിയയിലേക്ക് തിരിച്ചു വെച്ചിട്ടില്ല. ഇവിടെ അതിൻ്റെ മറ്റൊരു സ്പോട്ടാണ്, ഹിഡൻ സ്പോട്ടാണ്. എന്നാലും അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ബോധം ജോലിക്കാരായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണമെന്നാണ്. എന്നെ എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനം, കച്ചവട സ്ഥാപനമാവാം, എന്തുമാവാം, ജോലി ചെയ്യുന്ന ഏത് ഇടങ്ങളുമാവാം, അവിടെ നമുക്ക് അനുവാദമല്ലാത്തതൊന്നും നാം നേടിയെടുക്കരുത്. അനാവശ്യമായിട്ടൊന്നും നമ്മുടെ പോക്കറ്റിലേക്ക് ഇടുന്ന അവസ്ഥയുണ്ടാവരുത്. സ്ഥാപനത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകരുത്. വഞ്ചിക്കരുത് എന്ന് പ്രത്യേകം ആ വിഷയത്തിൽ മനസ്സിലാക്കുക. മൻ റശ്ശ ഫലൈസ മിന്നാ. ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ആ ശമ്പളം കുറവാണല്ലോ, അതുകൊണ്ട് ഇതിമ ഞാനങ്ങ് മുതലാക്കാം എന്ന് തീരുമാനമെടുക്കുമ്പോൾ ഫലൈസ മിന്നാ എന്നാണ്, നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. അതുകൊണ്ട് ജോലിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനിലെ ആ പ്രയോഗം ഖവിയ്യുൻ അമീൻ എന്നുള്ളതാണ്. വിശ്വസ്തരായിരിക്കണം എന്നാണ്. അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിലക്കും ഹലാലായ രൂപത്തിൽ നമ്മുടെ സമ്പാദ്യത്തെ മാറ്റാൻ, നമ്മുടെ കീഴിൽ വരുന്ന ജോലിക്കാരായിട്ടുള്ള മറ്റുള്ള ആളുകളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാനല്ല, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ബോധപൂർവം ചില ശ്രമങ്ങളും പഠിച്ചെടുക്കലുകളും ഉണ്ടാവണം. അതിനുള്ള എല്ലാ സഹായവും പടച്ച റബ്ബ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബേ, ഞങ്ങളുടെ അധ്വാനത്തിലും ഞങ്ങളുടെ സമ്പാദ്യത്തിലും നീ ബറക്കത്ത് നൽകി റബ്ബേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഹലാലായ മാർഗത്തിലൂടെ ഉപജീവനം കണ്ടെത്താനുള്ള എല്ലാ വഴികളും റബ്ബേ ഞങ്ങളുടെ മുന്നിൽ നീ തുറന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ.